റോമർക്ക് എഴുതിയ ലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുകയുണ്ടായി. ഇന്ന് 15 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ച് പഠിക്കുവാനായിട്ട് സമയമെടുക്കാം. ഇസ്രായേൽ ജനത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും വരുവാൻ പോകുന്ന അവസ്ഥയുമാണ് ഈ അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത്. ഇസ്രായേൽ ഒരു ജാതി എന്നുള്ള നിലയിൽ, ഒരു കൂട്ടം എന്നുള്ള നിലയിൽ അത് നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ച് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. 15-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? അവരുടെ ഭ്രംശം, അതായത് ഇസ്രായേൽ ജനം കർത്താവായ യേശു ക്രിസ്തുവിനെ മിശിഹായെ തള്ളിക്കളഞ്ഞ് അവർ വിട്ടുപോയി, ദൈവിക പരിപാടിയിൽ നിന്നും അവരൊരു രാഷ്ട്രം എന്നുള്ള നിലയിൽ വിട്ടുപോയി എന്നുള്ളത് കൊണ്ടാണ് ജാതികളിലേക്ക് ഈ സുവിശേഷത്തിൻ്റെ സന്ദേശം പ്രചരിക്കുവാനും ജാതികൾ രക്ഷിക്കപ്പെടുവാനായിട്ടും ഇടയായത്. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ പരിപാടിയിൽ ഇസ്രായേൽ ജനം തന്നെ സ്വീകരിക്കാൻ സമ്മതിക്കാതിരുന്നത് കൊണ്ട്, എന്നാൽ ഇനിയിപ്പോൾ ജാതികളിലേക്കും കൂടെ രക്ഷയെ നീട്ടിയേക്കാം എന്നുള്ള ഒരു തീരുമാനം ആ സമയത്ത് ദൈവം എടുത്തു എന്നുള്ള നിലയിൽ നമുക്കൊരിക്കലും ചിന്തിക്കുവാനായിട്ട് പാടില്ല. ദൈവത്തിൻ്റെ നിത്യമായിട്ടുള്ള പദ്ധതിയിൽ ജാതികളെയും സുവിശേഷത്താൽ തന്നിലേക്ക് ക്രിസ്തു എന്ന സഭ എന്ന ക്രിസ്തുവിൻ്റെ ശരീരം എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നിത്യമായിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ്. നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തപ്പോൾ അതിനകത്ത് എല്ലാ ആളുകളും ഉൾപ്പെടുന്നുണ്ട്, ജാതികളായിട്ടുള്ള എല്ലാ ആളുകളും ഉൾപ്പെടുന്നുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ ഇവിടെ എഴുതുമ്പോൾ അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായി എന്ന് പറയുന്നത് കൊണ്ട് അത് നമുക്ക് മനസ്സിലാകുന്നതായിട്ടുള്ള ഒരു ഭാഷയിലേക്ക് പരിവർത്തനം ചെയ്ത് അതിനെ എഴുതിയിരിക്കുന്നു എന്നുള്ള നിലയിൽ നാം അതിനെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതല്ല എങ്കിൽ ദൈവം ഒരു പരിപാടി തുടങ്ങി, ആ പരിപാടി പരാജയപ്പെട്ടു, അപ്പോൾ പുതിയൊരു പരിപാടി തുടങ്ങി എന്നുള്ള നിലയിൽ അതിനെ ചിന്തിക്കേണ്ടതായിട്ട് വരും. എന്നാൽ അങ്ങനെ ഒന്നില്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. ആദാം ഹവ്വമാർക്ക് ദൈവം ഒരു വീണ്ടെടുപ്പ് വാഗ്ദത്തം ചെയ്തപ്പോൾ അത് സകല ജാതികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വാഗ്ദത്തമായിരുന്നു. എന്നാൽ ആ വാഗ്ദത്തം മെശിഹ വരുന്നതിന് വേണ്ടി ഒരു പ്രത്യേക ജനതയെ ദൈവം തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നു എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ അതിനകത്ത് ഉള്ളൂ. അത് നമ്മളത് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പരിപാടി പരാജയപ്പെട്ടപ്പോൾ പുതിയ പരിപാടി തുടങ്ങി എന്നുള്ള നിലയിലല്ല. എന്ന് മാത്രമല്ല, കഴിഞ്ഞ അധ്യായം നാം പഠിച്ചപ്പോൾ നമ്മളത് സംബന്ധിച്ച് വളരെ വിശദമായിട്ട് പഠിക്കുകയുണ്ടായി. അവരുടെ നാദം സർവ്വഭൂമിയിലും അവരുടെ വചനം ഭൂതലത്തിൻ്റെ അറ്റത്തോളവും പരന്നു. എന്നാൽ ഇസ്രായേൽ ഗ്രഹിച്ചില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. ജനമല്ലാത്തവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും, മൂഢജാതിയെ കൊണ്ട് നിങ്ങൾക്ക് കോപം ജനിപ്പിക്കുമെന്ന് ഒന്നാമത് മോശ പറയുന്നു. യെശയ്യാവോ എന്നെ അന്വേഷിക്കാത്തവർ എന്നെ കണ്ടെത്തി, എന്നെ ചോദിക്കാത്തവർക്ക് ഞാൻ പ്രത്യക്ഷനായി എന്ന് ധൈര്യത്തോടെ പറയുന്നു. അപ്പോൾ ഇവിടെ എല്ലാം നാം അതുപോലെ തന്നെ 13-ാമത്തെ വാക്യത്തിൽ കർത്താവിനെ നാം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ കർത്താവിന് നാം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കുമുള്ള രക്ഷാ പദ്ധതി എന്ന് പറയുന്നത് ദൈവം നിത്യതയിൽ തന്നെ പ്രോഗ്രാം ചെയ്തതായിട്ടൊരു കാര്യമാണ്. ഒരു പരിപാടി പരാജയപ്പെട്ട് പുതിയ പരിപാടി തുടങ്ങുന്നുള്ള നിലയിൽ ഒരിക്കലും നമ്മൾ ഈ ഒരു വേദഭാഗത്തെ കാണുവാനായിട്ട് പാടില്ല. അത് കഴിഞ്ഞ അധ്യായത്തിൽ തന്നെ നാം അത് വിശദമായി പഠിച്ചതാണ്. നാം ദൈവവചനം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, ദൈവവചന വ്യാഖ്യാനം എന്ന് പറയുന്നത് നാം ഒരു വേദഭാഗത്തെ വ്യാഖ്യാനിക്കുമ്പോൾ മറ്റ് വേദഭാഗങ്ങളുമായിട്ട് അത് ഒരിക്കലും ഒരു വൈരുദ്ധ്യത്തിൽ വരാൻ, കോൺഫ്ലിക്റ്റിൽ വരാനായിട്ട് ഒരിക്കലും പാടില്ല. ഇത് പ്രഥമ ദൃഷ്ട്യാ കോൺഫ്ലിക്റ്റ് ഉണ്ട്, വൈരുദ്ധ്യമുണ്ട് എന്നൊരു പക്ഷേ നമുക്ക് തോന്നാം. പക്ഷേ അത് ദൈവിക പരിപാടികളെ മനുഷ്യൻ്റെ പ്രവർത്തന തലത്തിലേക്ക് മാറ്റുമ്പോൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള മാനുഷികമായ ഭാഷാ ശൈലി എന്ന് മാത്രമേ അതുള്ളൂ എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായി, അത് സുവിശേഷം ജാതികളിലേക്കും കൂടെ പോയി എന്നുള്ളത് നമുക്കറിയാം. അതാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? അങ്ങനെ
അവരുടെ ഭ്രംശം, അതായത് ഇസ്രായേൽ മക്കൾ കർത്താവായ യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞു എന്നുള്ളത് ജാതികൾക്ക് രക്ഷയ്ക്ക് കാരണമായി തീർന്നുവെങ്കിൽ, ഈ ഇസ്രായേൽ മക്കൾ കർത്താവായ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്നത് മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? ഇവിടെ മരിച്ചവർ എന്ന് പറയുന്നത് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന ആളുകൾ, അതായത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിക്കാൻ കൂട്ടാക്കാതിരുന്ന ഇസ്രായേൽ ജനത്തെക്കുറിച്ചാണ് അവിടെ മരിച്ചവരെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ മരിച്ചവരുടെ ഉയർപ്പ് എന്നുള്ളത് അവരുടെ വീണ്ടും ജനനം എന്നുള്ള പ്രാഥമികമായിട്ടുള്ള അർത്ഥമാണുള്ളത്. എന്നാൽ അതിനെ വ്യത്യസ്തമായിട്ടും ചിന്തിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളത് ഞാൻ അവഗണിക്കുന്നില്ല. മരിച്ചവരുടെ ഉയർപ്പ് എന്ന് പറയുന്നത് അവർക്കുള്ള നിത്യമായിട്ടുള്ള അവകാശത്തെയാണ് അവർക്കും രക്ഷിക്കപ്പെടുന്ന ആളുകൾക്ക് അവരുടെ മരണത്തിൽ നിന്നുള്ള ഒരു ഉയർപ്പ് അത് യഹൂദന്മാർക്കും വെച്ചിരിക്കുന്നു എന്നുള്ള നിലയിലും അതിനെ വ്യാഖ്യാനിക്കുന്നതുണ്ട്. രണ്ട് വ്യാഖ്യാനവും ദൈവവചനത്തോട് നീതി പുലർത്തുന്നതായിട്ടുള്ള വ്യാഖ്യാനമാണ്. എന്നാൽ അതിൻ്റെ സന്ദർഭങ്ങളൊക്കെയും നോക്കുമ്പോൾ അത് അതിക്രമങ്ങളിലും അവരെ കർത്താവായ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്നത് വഴി ആത്മീയമായി മരിച്ചവരായിട്ടുള്ള ആളുകൾക്ക് പുതുജീവൻ കൊടുക്കുമെന്നുള്ളത് അവർക്കും ബാധകമായി തീരും എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നതാണ് അതിൽ കൂടുതൽ ശരിയെന്ന് ഞാൻ വിചാരിക്കുന്നു. മറിച്ച് ചിന്തിച്ചാലും അതിനകത്ത് അപാകതയൊന്നും ഇല്ല തന്നെ. ശരി, അടുത്ത വാക്യം, ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ടം മുഴുവനും അങ്ങനെ തന്നെ, വേർ വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ. ഇവിടെ ഈ ആദ്യ ഭാഗം എന്ന് പറഞ്ഞിരിക്കുന്നതും വേര് എന്ന് പറഞ്ഞിരിക്കുന്നതും എന്താണ് എന്നുള്ളത് നാം ദൈവവചനം പരിശോധിക്കുമ്പോൾ ഇത് ഇസ്രായേൽ മക്കളെ കുറിച്ചാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അവരുടെ ആദ്യ ഭാഗമെന്നോ അവരുടെ വേര് എന്നോ പറഞ്ഞിരിക്കുന്നത് അവരുടെ ആദ്യ പിതാക്കന്മാരെ കുറിച്ചാണ് എന്നാണ് മിക്കവാറും എല്ലാവരും അതിനെക്കുറിച്ച് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. അബ്രാഹാം, ഇസ്ഹാക്ക്, യാക്കോബ് ദൈവം തന്നെ വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇസ്രായേൽ ജനം ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ, യഹോവയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നതായിട്ടുള്ള ഉപയോഗിക്കുന്നതായിട്ടുള്ളൊരു പ്രസ്താവനയുണ്ട്. അബ്രാഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായി ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്ന് ഇസ്രായേൽ ജനം അങ്ങനെ പറയുന്നുണ്ട്. അതിനെ ദൈവം അംഗീകരിക്കുന്നതായിട്ടും നമുക്ക് പഴയ നിയമ വേദഭാഗങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ വേർ എന്ന് പറയുന്നതും ആദ്യ ഭാഗം എന്ന് പറയുന്നതും അത് പിതാക്കന്മാരെ കുറിച്ചാണ്. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് മുതലായ ഇസ്രായേൽ മക്കളുടെ പിതാക്കന്മാരെ കുറിച്ചാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. വിശുദ്ധമെങ്കിൽ, ഇവിടെ രണ്ടിടത്തും വിശുദ്ധം എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട്. ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ എന്നും വേർ വിശുദ്ധമെങ്കിൽ എന്നും, ഇങ്ങനെ രണ്ടിനെയും വിശുദ്ധം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ വിശുദ്ധമെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ വിശുദ്ധി എന്നുള്ളത് അവരെ ദൈവം വിളിച്ചു വേർതിരിച്ചു. വിശുദ്ധീകരിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് പ്രധാന അർത്ഥങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള അർത്ഥം എന്ന് പറയുന്നത് ദൈവിക പരിപാടികൾക്കായി വേർതിരിക്കപ്പെട്ട എന്ന അർത്ഥമാണ്. അത് മനുഷ്യരെക്കുറിച്ചും അതുപോലെ തന്നെ വസ്തുവകകളെക്കുറിച്ചും, പ്രത്യേകിച്ച് ദേവാലയത്തിലും സമാഗമന കൂടാരത്തിലും ഒക്കെ ഉപയോഗിക്കുന്നതായിട്ടുള്ള വസ്തുക്കളെക്കുറിച്ചും അതിനെ വിശുദ്ധീകരിക്കണം എന്ന് പറയുന്നുണ്ട്. പുരോഹിതന്മാരെ കുറിച്ചും അതുപോലെ വിശുദ്ധീകരിക്കണം എന്നാണ്. അങ്ങനെ വിശുദ്ധം എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത് ദൈവിക പരിപാടികൾക്കായിട്ട് വേർതിരിക്കപ്പെട്ട നിങ്ങളുടെ പിതാക്കന്മാരായിരിക്കുന്ന അബ്രാഹാം, ഇസ്ഹാക്ക്, യാക്കോബ് അവർ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ വിശുദ്ധമെങ്കിൽ പിണ്ടം മുഴുവനും അങ്ങനെ തന്നെ, രണ്ടാം ഭാഗത്ത് കൊമ്പുകളും അങ്ങനെ തന്നെ. അതായത് ഇസ്രായേൽ പിതാക്കന്മാരെ ദൈവം വിളിച്ച് വേർതിരിച്ച് ദൈവിക പരിപാടിക്കായിട്ട് വിശദീകരിച്ചിരിക്കുന്നുവെങ്കിൽ ഈ ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ടം മുഴുവനും എന്ന് പറയുന്നത് പോലെ തന്നെ അതിൽ നിന്ന് ഉളവായിരിക്കുന്ന ജാതികളെ സംബന്ധിച്ചും ദൈവത്തിന് പ്രത്യേകമായിട്ടുള്ള പരിപാടി ഉണ്ട്. അവരും ദൈവിക പരിപാടികൾക്കായിട്ട് വേർതിരിക്കപ്പെട്ടവരാണ് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ അത് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇസ്രായേൽ ജനത്തെ ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല. അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും വിളിച്ച് ദൈവം തൻ്റെ പരിപാടി ഈ ലോകത്തിൽ ആരംഭിച്ചുവെങ്കിൽ, പ്രത്യേക പരിപാടി ആരംഭിച്ചുവെങ്കിൽ അവരെ ഒരു കാലത്തും ആത്യന്തികമായി തള്ളിക്കളഞ്ഞിട്ടില്ല എന്നിവിടെ പൗലോസ് അപ്പോസ്തലൻ സ്ഥാപിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ശരി, ഇനിയുള്ള വേദഭാഗം നാം വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു വലിയ ദുരുപദേശത്തിനുള്ള ഒരു മറുപടി നമുക്ക് ഈ വേദഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കും. 18 മുതലുള്ള
17 മുതലുള്ള വാക്യങ്ങളിൽ കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളികളായി തീർന്നുവെങ്കിലോ, കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്, പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെ അല്ല, വേർ നിന്നെ അത്ര ചുമക്കുന്നു എന്ന് ഓർക്കുക. ഇത് കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് എന്ന് പറയുമ്പോൾ ഇസ്രായേൽ മക്കളായിരിക്കുന്ന ആളുകൾ കുറേ ആളുകളെ ഒടിച്ചു കളഞ്ഞു എന്നുള്ള ഒരു പ്രതീതി ആ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒടിച്ചു കളഞ്ഞപ്പോൾ അത് ആരാണ് ഒടിച്ചു കളഞ്ഞതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ദൈവം ഒടിച്ചു കളഞ്ഞു എന്നുള്ള നിലയിലാണല്ലോ അവിടെ ചിന്തിക്കേണ്ടി വരിക. എന്നാൽ നാം അത് ഒടിച്ചതാണോ ഒടിഞ്ഞതാണോ എന്നുള്ളത് നാം തുറന്നുള്ള വാക്യങ്ങളിൽ നിന്നും അത് വ്യാഖ്യാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്തു. അപ്പോൾ ഇവിടെ ഇസ്രായേൽ ജനത്തിൽ നിന്നും ഒരു വലിയ വിഭാഗത്തെ ഒടിച്ചു കളഞ്ഞ് കാട്ടൊലിവായ, അതായത് ജാതികളെക്കുറിച്ചാണ് ഈ കാട്ടൊലിവ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മളെല്ലാവരും ആ ജാതികളുടെ വിഭാഗത്തിൽ പെടുന്നവരാണ്. അപ്പോൾ അങ്ങനെ ജാതികളായിരിക്കുന്ന നമ്മെ അങ്ങോട്ട് ഒട്ടിച്ചു ചേർത്തു എങ്കിൽ, കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്തത് ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളികളായി തീർന്നുവെങ്കിലോ. അപ്പോൾ ഇവിടെ ആദം മുതൽ ഏബ്രാഹാമിനും ഉൾപ്പെടെ കൊടുത്തിരിക്കുന്നതായിട്ടുള്ള വാഗ്ദത്തം എന്ന് പറയുന്നത് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ജനം കർത്താവായ യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞപ്പോൾ ജാതിയിലേക്ക് ആ രക്ഷയുടെ കരങ്ങൾ ദൈവം നീട്ടുകയും അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തതിനെ കാട്ടൊലിവിനെ നാട്ടൊലിവോട് ഒട്ടിച്ചു ചേർത്തു എന്നുള്ള നിലയിൽ ഇവിടെ ഒരു സാദൃശ്യം പറഞ്ഞുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളികളായി തീർന്നു. അതായത് ഇസ്രായേൽ ജനത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തു വന്നു. യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയ്ക്ക് അവര് അർഹരായി എന്നുള്ളതാണ് ആ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഫലപ്രദമായ വേരിന് പങ്കാളികളായി തീർന്നുവെങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. ഇത് നമ്മൾ ജാതികളായിട്ടുള്ള ആളുകളിൽ നിന്നും വന്നതായിട്ടുള്ള വിശ്വാസികൾ യഹൂദന്മാരിൽ നിന്നും വന്നതായിട്ടുള്ള വിശ്വാസികളെ അംഗീകരിക്കാതിരുന്നതിൻ്റെ പ്രത്യാഖ്യാതമായിട്ടാണ്, അല്ലെങ്കിൽ അതിനൊരു വിശദീകരണമായിട്ടാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഇത് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ, കഴിഞ്ഞ പല ക്ലാസ്സുകളിലും സൂചിപ്പിച്ചിരുന്നു, റോമയിലെ സഭയിൽ ജാതികളിൽ നിന്നും യഹൂദന്മാരിൽ നിന്നും വന്നതായിട്ടുള്ള രക്ഷിക്കപ്പെട്ടു വന്നതായിട്ടുള്ള വിശ്വാസികൾ തമ്മിൽ അവരുടെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ചില വ്യത്യസ്തമായിട്ടുള്ള തർക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് സൂചിപ്പിച്ചിരുന്നുവല്ലോ. അതുപോലെ തന്നെ നിങ്ങളെ ദൈവം ഒടിച്ചു കളഞ്ഞതാണ്, ദൈവിക പരിപാടി ഇസ്രായേൽ മക്കളുമായിട്ടുള്ളത് മാറ്റിവെച്ചു, ഇന്ന് സഭയുടെ പരിപാടിയാണ്, അതുകൊണ്ട് യഹൂദന്മാർ എന്നുള്ള നിലയിലോ ഇസ്രായേൽ ജനം എന്നുള്ള നിലയിലോ ദൈവത്തിനൊരു പരിപാടിയില്ല, ഞങ്ങളാണ് ഇന്ന് ദൈവിക പരിപാടിയിലുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഈ യഹൂദ പശ്ചാത്തലത്തിൽ നിന്നും വന്നതായിട്ടുള്ള വിശ്വാസികൾക്ക് നേരെ പ്രശംസിക്കുന്നതായ ഒരു പ്രവണത അന്നത്തെ ജാതികളിൽ നിന്ന് വന്നതായിട്ടുള്ള വിശ്വാസികൾക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ പ്രശംസിക്കരുത്, പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെ അല്ല, വേർ നിന്നെ അത്ര ചുമക്കുന്നത് എന്നോർക്കുക. അപ്പോൾ വേരിനെ നീങ്ങളല്ല, വേര് നിങ്ങളെയാണ് ചുമക്കുന്നത്. എന്താണ് വേര് എന്നുള്ളത് നമ്മൾ പഠിച്ചു. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് മുതലായി ദൈവം തിരഞ്ഞെടുത്തതായിട്ടുള്ള പിതാക്കന്മാരിലൂടെ അതിൻ്റെ സന്തതി പരമ്പരകളിലൂടെയാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് എന്നുള്ള നിലയിലാണ് ഇസ്രായേൽ മക്കളിലൂടെ കർത്താവ് വന്നു, അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിൽ ഒരാളായിട്ട് കർത്താവ് വന്നു എന്നുള്ളതാണ് ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നീ വേരിനെയല്ല, വേർ നിന്നെ എത്ര ചുമക്കുന്നു എന്ന് ഓർക്കുക. അതുകൊണ്ട് നീ ഒരു കാരണവശാലും അവരുടെ നേരെ പ്രശംസിക്കുവാനോ അവരെ കുറഞ്ഞതായി കാണാനോ അവകാശമില്ല. അങ്ങനെയൊരു വേർതിരിവ് സഭയിൽ ഉണ്ടാകുവാനായിട്ട് പാടില്ല എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രിയമുള്ളവരെ, ഇത് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ജാതിയും ഒരു മതവും ഒരു സഭയും, ഏത് സഭയുമായിക്കൊള്ളട്ടെ, ഏത് മതമായിക്കൊള്ളട്ടെ, ഏത് ജാതി ആയിക്കൊള്ളട്ടെ,
അതിൻ്റെ പ്രസക്തി കർത്താവായ യേശുക്രിസ്തുവിലേക്ക് വരുമ്പോൾ എല്ലാ പ്രസക്തിയും അത് അസ്ഥാനത്താകുകയാണ്. ഒരിക്കലും ആർക്കും കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ അല്ലാതെ, ആ ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാനായിട്ട് അവകാശമില്ല, ആവശ്യവുമില്ല, പാടുമില്ല എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ പശ്ചാത്തലങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരുടെ ഒരുപക്ഷെ ലോകത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നു എന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള മതങ്ങളോ അല്ലെങ്കിൽ സഭകളോ അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ നിന്ന് വന്നവർക്ക് അങ്ങനെ ഒരു അവരുടെ പഴയ കാലങ്ങളിൽ പ്രശംസിക്കുന്ന ഒരു പ്രവണത ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. എന്നാൽ അങ്ങനെയുള്ള എല്ലാ പ്രശംസയും കർത്താവായ യേശുക്രിസ്തുവിൽ നീങ്ങിപ്പോയി കർത്താവായ യേശുക്രിസ്തുവിലേക്ക് വരുമ്പോൾ നമുക്കുള്ള പഴയ കാലത്ത് നമ്മുടെ യോഗ്യത എന്ന് പറയുന്നത് നമ്മളെല്ലാവരും പാപികളായിരുന്നു, ദൈവത്തോട് വേർപെട്ടവരായിരുന്നു, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു, നിത്യശിക്ഷാവിധിക്ക് മാത്രം യോഗ്യരായിരുന്നു എന്നുള്ളതല്ലാതെ നമ്മൾ ഏതെങ്കിലും പ്രത്യേക മതത്തിൻ്റെ ഉന്നത കുലത്തിൽപ്പെട്ട ആളുകളാണോ എന്നുള്ള ചോദ്യത്തിന് യാതൊരു പ്രസക്തിയും ദൈവസഭയിൽ ഇല്ല. അത് ഉണ്ടാകുവാനായിട്ട് പാടില്ല. അത് ഉണ്ടാകുന്നുവെങ്കിൽ അത് സഭയിലെ ഒരു ഭിന്നതയും ഒരു ശരീരത്തിൻ്റെ അവയവം പോലെ പ്രവർത്തിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള ഒരവസ്ഥയും അത് സഭകളിൽ ഉണ്ടാക്കും എന്നുള്ളത് സത്യമാണ്. നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തെ താഴ്ന്ന ജാതിക്കാരനാണെന്നോ അല്ലെങ്കിൽ ഉയർന്ന ജാതിക്കാരനാണെന്നോ നമ്മൾ കൂട്ടാക്കുകയില്ല. അങ്ങനെ പറയുന്നുവെങ്കിൽ അത് സുബോധമില്ലാത്ത ഒരാളുടെ സംസാരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുമല്ലോ. അതുകൊണ്ട് നമുക്ക് പ്രശംസിക്കുവാനായിട്ട് ഒന്നുമില്ല. നാം ജാതിയുടെ പശ്ചാത്തലത്തിലായിരുന്നു എന്നുള്ളതോ യഹൂദ പശ്ചാത്തലത്തിൽ നിന്നായിരുന്നു എന്നുള്ളതോ ഏതെങ്കിലും സഭയിലോ ജാതികളിലോ മതങ്ങളിലോ പെട്ട ആളുകളായിരുന്നു എന്നുള്ളതോ നമുക്ക് പ്രശംസിക്കുവാനായിട്ട് ഒന്നുമില്ല. ആ വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു എന്നാണ് ഇതിനെ സംബന്ധിച്ച് നാം എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ വായിക്കുന്നത്. 19-ാമത്തെ വാക്യത്തിൽ, എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്ന് നീ പറയും. എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്ന് പറയും. അപ്പോൾ ഇവിടെ ഒടിച്ചു കളഞ്ഞു എന്ന് രണ്ടാമതായിട്ട് നമ്മൾ വീണ്ടും കാണുകയാണ്. 17-ാമത്തെ വാക്യത്തിൽ കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലുവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് നമ്മൾ വായിച്ചു. ഇവിടെയും 19-ാമത്തെ വാക്യത്തിലും എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്ന് നീ പറയും. അപ്പോൾ ഇവിടെയും രണ്ട് സ്ഥലത്തും ഒടിച്ചു കളഞ്ഞു എന്നുള്ളതായിട്ടുള്ള പ്രസ്താവന നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒടിച്ചു കളയണമെങ്കിൽ അത് മൂന്നാമതൊരാൾ ചെയ്യുന്നത് ആണല്ലോ, അല്ലാതെ മറ്റൊരാളാണ് ഒടിച്ചു കളയുക എന്ന് പറയുന്ന പ്രക്രിയ ചെയ്യുന്നത്. ഒരു മരത്തിൽ നിന്നും ഒരു കമ്പ് തനിയെ വീണു പോയാൽ അത് ഒടിഞ്ഞു പോയി എന്നാണ് പറയുന്നത്, അല്ലാതെ ഒടിച്ചു കളഞ്ഞു എന്ന് നമ്മളാരും പറയാറില്ല. അത് ആ ഭാഷയുടെ പ്രയോഗം തന്നെയാണ്. എന്നാൽ അടുത്ത വാക്യത്തിൽ 20-ാമത്തെ വാക്യത്തിൽ അതിനൊരു വിശദീകരണമായിട്ട് നാം കാണുന്നത്, ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി. അപ്പോൾ ഒടിച്ചു കളഞ്ഞു എന്ന് 2 പ്രാവശ്യം ഇതിനു മുമ്പ് 17-ാമത്തെ വാക്യത്തിലും 19-ാമത്തെ വാക്യത്തിലും നാം കാണുകയും, എന്നാൽ അതിൻ്റെ വിശദീകരണത്തിലേക്ക് വരുമ്പോൾ അവിടെ അത് ഒടിച്ചു കളഞ്ഞതാണോ ഒടിഞ്ഞു പോയതാണോ, അങ്ങനെ ഒടിഞ്ഞു പോയതാണ് എങ്കിൽ അതിനുള്ള കാരണം പോലും അവിടെ വിശദമാക്കിയിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി. പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ അവർ കൂട്ടാക്കിയില്ല എന്നുള്ളത് കൊണ്ട് ദൈവം അവരെ ഒടിച്ചു കളഞ്ഞു എന്ന് പറയുമ്പോൾ പോലും യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് അവരുടെ അവിശ്വാസത്താൽ അവർ ഒടിഞ്ഞു പോയി എന്നുള്ളതാണ്. അതല്ലാതെ ഒരു മനുഷ്യൻ വിശ്വസിക്കാൻ താല്പര്യമുള്ള ഒരു മനുഷ്യനെ ദൈവം മനഃപൂർവ്വമായിട്ട് ഒടിച്ചു കളഞ്ഞു എന്നുള്ള നിലയിലല്ല. വിശ്വസിക്കാൻ കൂട്ടാക്കാത്തവരുടെ മേലുള്ള ദൈവിക പരിപാടി ദൈവം മാറ്റിവെച്ചു അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചു എന്ന് വന്നപ്പോൾ അവർ ഒടിഞ്ഞു പോവുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. അത് നമ്മുടെ, അതായത് മനുഷ്യൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു പരിണിത ഫലമാണ്. അവൻ തൻ്റെ ഹൃദയത്തെ കഠിനമാക്കിയതിൻ്റെ ഒരു പ്രത്യാഖ്യാതമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആരെയും ദൈവം മനഃപൂർവ്വമായിട്ട് ഒളിച്ചു കളഞ്ഞ് അവനോടുള്ള രക്ഷാപദ്ധതിയെ വേണ്ട എന്ന് തൻ്റെ തീരുമാനത്തിൽ ചെയ്തതായിട്ടുള്ള കാര്യമല്ല. വിശ്വസിക്കുവാനായിട്ടുള്ള സന്ദേശം അവർക്ക് കൊടുത്തിട്ടും അവരെ വിശ്വസിക്കാൻ കൂട്ടാക്കാതെ വന്നതുകൊണ്ട് ഒരു രാഷ്ട്രം എന്നുള്ള നിലയിൽ ഇസ്രായേൽ മക്കളോടുള്ള ദൈവിക പരിപാടി മാറ്റിവെച്ചു എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി. ശരി, വിശ്വാസത്താൽ നീ നിൽക്കുന്നു. അപ്പോൾ ഇവിടെ
ഈ സഭയിലേക്ക് വന്നതായിട്ടുള്ള ആളുകൾ നിൽക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? വിശ്വാസത്താൽ നിൽക്കുന്നു. ഇസ്രായേൽ മക്കൾക്ക് ഈ ദൈവിക കൃപയിലേക്ക് വരുവാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ അവിശ്വാസം നിമിത്തമാണ്. നമ്മളൊരു വിശ്വാസം എന്ന് പറയുന്നത് ദൈവം ദാനമായിട്ട് മനുഷ്യർക്ക് കൊടുക്കുന്നതാണ്. അതിന് മനുഷ്യന് യാതൊരു പങ്കുമില്ല എന്ന് പറയുന്നതായിട്ടുള്ള ഒരു തെറ്റായ ഉപദേശവും ഉപദേശ പ്രവണതയും നമുക്കിന്ന് ലോകത്തിൽ ധാരാളമായിട്ട് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ പിന്നാലെ പോകുന്നവർക്ക് യഥാർത്ഥത്തിൽ അത് ഒരു അല്പകാലത്തേക്കൊക്കെ എന്തെങ്കിലും ഒരു താൽക്കാലിക ആശ്വാസം ലഭിക്കുന്നു എന്ന് വന്നാലും ദൈവവചനത്തിൻ്റെ സത്യങ്ങളിലേക്ക് പോകുമ്പോൾ അവർക്കത് വലിയ അസ്വസ്ഥത ഉളവാക്കുകയും അവരുടെ ക്രിസ്തീയ ജീവിതത്തിൽ പരാജയപ്പെടുകയും ചെയ്യും എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്നുകിൽ അവർ ക്രിസ്തീയ ജീവിതത്തിൽ പരാജയപ്പെട്ട് വിശ്വാസത്തിൽ നിന്നും അവരറിയാതെ തന്നെ നിങ്ങൾ വല്ലപ്പോഴും ഒഴുകിപ്പോകും എന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ, ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് എന്ന് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അവരറിയാതെ തന്നെ അവർ വിശ്വാസത്തിൽ നിന്ന് ഒഴുകിപ്പോകും. കാരണം വിശ്വാസത്തിന് അവർക്ക് യാതൊരു പങ്കുമില്ല എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. വിശ്വാസം അവർക്ക് ലഭിച്ചതിൽ അവർക്കൊരു പങ്കുമില്ല എങ്കിൽ വിശ്വാസത്തിൽ നിലനിൽക്കുന്നതിൽ അവർക്കൊരു പങ്കുമില്ല എന്നുള്ളത് തന്നെ അതിൻ്റെ ഒരു ഫലമാണ്. എന്നാൽ വിശ്വാസത്തിൽ നിലനിൽക്കുന്നതിൽ, വിശ്വസിക്കുന്നതിൽ നമുക്ക് പങ്കുണ്ട് എന്നുള്ളത് ഈ വാക്യത്തിൽ നിന്നും തുടർന്ന് അങ്ങോട്ട് നമ്മൾ വായിക്കുന്ന വാക്യങ്ങളിൽ നിന്നും നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നീ നിൽക്കുന്നുവെങ്കിൽ വിശ്വാസത്തിലാണ് നിൽക്കുന്നത്, വിശ്വാസത്താലാണ് നിൽക്കുന്നത്. പക്ഷേ ഞെളിയാതെ ഭയപ്പെടണം. കാരണം എന്താ? സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കാം. ഇപ്പോൾ വിശ്വാസത്തിൽ നിലനിന്ന് വിശ്വാസത്തിൽ വന്ന് കർത്താവിൻ്റെ പിന്നാലെ കൂടിയിരിക്കുന്ന ആളുകളോട് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ദൈവാത്മാവിനാൽ പ്രചോദിതനായി ഇവിടെ എഴുതിയിരിക്കുകയാണ്, സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കാം. അതുകൊണ്ട് ഞെളിയാതെ ഭയപ്പെടുക. പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനം 10-ാം അധ്യായത്തിലും ആകയാൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ എന്ന് പറയുന്ന ശക്തമായ ഒരു മുന്നറിയിപ്പ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നീ വിശ്വാസത്താലാണ് നിലനിൽക്കുന്നത്. സ്വാഭാവിക കൊമ്പുകളെ പോലും ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കാം. നീ വിശ്വാസത്തിലാണ് നിലനിൽക്കുന്നത് എന്ന് ഓർത്തുകൊള്ളുക. അതുകൊണ്ട് ഞെളിയാതെ ഭയപ്പെടുക. എപ്പോഴാണ് നമുക്ക് ഞെളിയുവാനായിട്ട് കഴിയുന്നത്? നമുക്ക് ഞെളിയുവാനായിട്ട് കഴിയുന്നത് നമ്മളുടെ പ്രവൃത്തികളാൽ നമുക്ക് എന്തെങ്കിലും നാം നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ്. വിശ്വാസത്താൽ നമുക്ക് ലഭിച്ച ഒരു കാര്യത്തെക്കുറിച്ചും നമുക്ക് പ്രശംസിക്കുവാനായിട്ട് അർഹതയില്ല. എന്നാൽ മനുഷ്യൻ്റെ രക്ഷ എന്ന് പറയുന്നത് പ്രവൃത്തികളാലല്ല, വിശ്വാസത്താലാണ്. ആ വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടതും ആവശ്യമാണ് എന്നുള്ളതുകൊണ്ട് ഒരിക്കലും ഞെളിയാനായിട്ട് ആവശ്യമില്ല, മറിച്ച് ഭയപ്പെടുകയാണ് വേണ്ടത്. എന്താണ് നാം ഭയപ്പെടേണ്ടത്? സ്വാഭാവിക കൊമ്പുകളെ ആദരിക്കാതെ ദൈവം നീക്കം ചെയ്തുവെങ്കിൽ നമ്മെയും നീക്കം ചെയ്യുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പോയാൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. ആകയാൽ ദൈവത്തിൻ്റെ ദയയും ഖണ്ഡിതവും കാണുക. ദൈവത്തിൻ്റെ രണ്ട് സ്വഭാവങ്ങളെ ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ദയയുണ്ട്, ദൈവത്തിൻ്റെ ഖണ്ഡിതമുണ്ട്. ദൈവത്തിൻ്റെ ദയയെക്കുറിച്ച് കേൾക്കുന്നതാണ് എല്ലാവർക്കും എപ്പോഴും ഭയങ്കര ആശ്വാസം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ദയയെക്കുറിച്ച് നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, ദൈവത്തിൻ്റെ ദയ ആകാശം ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്നത് പോലെ അത്രമേർ വലുതായിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ദയ വലുത് തന്നെയാണ്. അതിനെക്കുറിച്ച് കേൾക്കുന്നതും അതിനെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നതുമൊക്കെ വലിയ ആശ്വാസം നൽകും. എന്നാൽ ദൈവത്തിൻ്റെ ദയയെക്കുറിച്ച് മാത്രമാണ് നാം ചിന്തിക്കുന്നതെങ്കിൽ, ദൈവത്തിൻ്റെ ഖണ്ഡിതത്തെക്കുറിച്ച് നാം ചിന്തിക്കുന്നില്ല എങ്കിൽ ദൈവത്തെ നാം യഥാർത്ഥമായി മനസ്സിലാക്കിയിട്ടില്ല, മനസ്സിലാക്കുവാൻ നാം പരാജയപ്പെടും എന്നാണ് നമുക്ക് അവിടെ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തെ യഥാർത്ഥമായിട്ടും നാം മനസ്സിലാക്കിയാൽ, ദൈവത്തെ മനസ്സിലാക്കുമ്പോൾ ദൈവത്തിൻ്റെ ദയയും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഖണ്ഡിതവും രണ്ടും നാം നമ്മുടെ ഹൃദയത്തിൽ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തെ ദൈവമായിരിക്കുന്നത് പോലെ മനസ്സിലാക്കാത്തത് കൊണ്ട് പലപ്പോഴും ദൈവത്തോട് വേണ്ടുന്നതായിട്ടുള്ള ഭയവും ബഹുമാനവും സ്നേഹവും അനുസരണവും ഒന്നും മനുഷ്യർക്ക് ഇല്ലാതെ പോകുന്നു. ദൈവം ഖണ്ഡിതമായി ഇടപെടുന്ന ആളാണ് എന്നുള്ളത് മനസ്സിലാക്കാതെയാണ് ഇന്നത്തെ ലോകത്തിൽ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ വിശ്വാസികൾ എന്ന് പറയുന്നവരായിട്ടുള്ള ആളുകൾ ജീവിക്കുന്നത്. അത് തന്നെ അതിൻ്റെ പരിണിത ഫലം തന്നെ
അവരുടെ ജീവിതത്തിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്നുള്ളതും നാം മനസ്സിലാക്കണം. വീണവരിൽ ദൈവത്തിൻ്റെ ഖണ്ഡിതവും നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദയയും തന്നെ. അപ്പോൾ വീണവരിൽ ദൈവത്തിൻ്റെ ഖണ്ഡിതം, അതായത് അവിശ്വാസത്താലാണ് ഒടിഞ്ഞു പോയത്. അവിശ്വസിച്ചവരിൽ ദൈവത്തിൻ്റെ ഖണ്ഡിതമായിട്ടുള്ള നിലപാട് നീ ഓർക്കണം. അതുപോലെ തന്നെ നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദയയും തന്നെ. ഇവിടെ ദയയിൽ നിലനിന്നാൽ ദയ എന്ന് പറയുമ്പോൾ നീ വിശ്വാസത്തിൽ നിലനിന്നാൽ ദയ എന്നുള്ളതും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. തുടർന്നുള്ള വാക്യങ്ങളിൽ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. അപ്പോൾ വേരിന് നേരെ, ആദ്യ ഭാഗത്തിന് നേരെ പ്രശംസിക്കുന്നവരായിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള റോമയിലെ സഭയിലെ ആളുകളോട് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഒരു വലിയ മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. നിനക്ക് പ്രശംസിക്കുവാനായിട്ട് ഒന്നുമില്ല. അവിശ്വാസത്താൽ അവർ ഒടിഞ്ഞുപോയി. നീ വിശ്വാസത്തിൽ നിലനിൽക്കുന്നു. ദൈവം ദയയും ഖണ്ഡിതവും ഉള്ളവനാണ്. നീ ദയയിൽ നിലനിന്നാൽ മാത്രമേ നിനക്ക് ദയയ്ക്ക് അർഹത ഉണ്ടാകുകയുള്ളൂ. അതല്ലാതെ നിനക്ക് ദയയിൽ നിലനിൽക്കുവാനായിട്ട് കഴിയില്ല. അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും എന്നുള്ളതാണ്. വിശ്വാസത്തിൽ നിലനിന്നില്ലെങ്കിൽ ഛേദിക്കപ്പെടും എന്നുള്ളതാണ് അതിൽ നിന്നും അർത്ഥമാക്കുന്ന ഇത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു വ്യാഖ്യാനമൊന്നും ആവശ്യമില്ല. ഇത് വ്യാഖ്യാനിച്ചാൽ ഇതിനെ വളരെ തെറ്റായിട്ടുള്ള ഒരവസ്ഥയിലേക്ക്, ദുരുപദേശത്തിലേക്ക് മാത്രമേ ഇതിന് വ്യാഖ്യാനിച്ച് കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ. ഏതൊരു ഭാഷ അറിയാവുന്ന ആർക്കും ദൈവവചനത്തിലെ പൊതുവായിട്ടുള്ള പ്രമാണങ്ങളോട് ചേരുന്ന നിലയിലാണ് ഇതും എഴുതിയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുമാത്രവുമല്ല, വ്യാഖ്യാനം, ഒരു വേദഭാഗത്തിന് വ്യാഖ്യാനം ആവശ്യമായി വരുന്നത് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ പ്രഥമ ദൃഷ്ട്യാ മറ്റ് വേദഭാഗങ്ങളോട് എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ട് എന്ന് തോന്നുകയോ അതല്ല എങ്കിൽ മനസ്സിലാക്കുവാനായിട്ട് പ്രയാസമുണ്ട് എങ്കിൽ മാത്രമാണ് വ്യാഖ്യാനത്തിന് പ്രസക്തി ഉദിക്കുന്നത്. ഇവിടെ വ്യാഖ്യാനത്തിൻ്റെതായുള്ള യാതൊരു പ്രസക്തിയും ഉദിക്കുന്നില്ല. ഇത് മറ്റ് ദൈവവചന ഭാഗങ്ങളോട് 100% ചേർന്ന് പോകുന്നതാണ്. ഇത് വായിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് യാതൊരു പ്രയാസവുമില്ല എന്നുള്ളതും നാം മനസ്സിലാക്കണം. ശരി, 23-ാമത്തെ വാക്യം. അവിശ്വാസത്തിൽ നിലനിൽക്കഞ്ഞാൽ അവരെയും കൂടെ ഒട്ടിക്കും. അപ്പോൾ അവർ അവിശ്വാസത്താൽ ഒടിഞ്ഞുപോയി എന്ന് നമ്മൾ 20-ാമത്തെ വാക്യത്തിൽ വായിച്ചു. അവര് ആ അവിശ്വാസത്തിൽ നിലനിൽക്കാഞ്ഞാൽ അവരെയും കൂടി ഒട്ടിക്കും. അതായത് വിശ്വസിച്ചാൽ അവരെയും ഒട്ടിക്കും. അവിശ്വാസത്താൽ അവര് ഒടിഞ്ഞുപോയി. അവരിനി അവിശ്വാസത്തിൽ നിലനിൽക്കാതെ വിശ്വസിച്ചാൽ അവരെയും ഒട്ടിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ രക്ഷ എന്ന് പറയുന്നത് വിശ്വാസത്താലാണ്. ആ വിശ്വാസത്തിൻ്റെ എന്ന് പറയുന്നത് നമ്മളിലാണ്. വിശ്വാസത്തിൻ്റെ ഉത്തരവാദിത്വം ദൈവത്തിലാണെങ്കിൽ ആ വിശ്വാസം ഇസ്രായേൽ ജനത്തിനങ്ങ് കൊടുത്താൽ മതിയായിരുന്നുവല്ലോ. അവർ ഒടിഞ്ഞു പോവുകയില്ലായിരുന്നു, അവർ ഛേദിക്കപ്പെടുകയില്ലായിരുന്നു. അവർക്ക് ഇനിയും വിശ്വാസത്തെ ഏത് സമയത്തും ദൈവത്തിന് കൊടുക്കാമായിരുന്നു. എന്നാൽ അവർ അവിശ്വാസത്തിൽ നിലനിൽക്കാഞ്ഞാൽ, അതായത് അവർ വിശ്വസിച്ചാൽ അവരെ വീണ്ടും ഒട്ടിക്കും എന്ന് തന്നെയാണ്. അവരെ വീണ്ടും ഒട്ടിപ്പാൻ ദൈവം ശക്തനല്ലോ. സ്വഭാവത്താൽ കാട്ടുമരമായതിൽ നിന്ന് നിന്നെ മുറിച്ചെടുത്ത് സ്വഭാവത്തിന് വിരോധമായി നല്ല ഒലിവ് മരത്തിൽ ഒട്ടിച്ചുവെങ്കിൽ സ്വാഭാവിക കൊമ്പുകളായവരെ സ്വന്തം ഒലിവ് മരത്തിൽ എത്ര അധികമായി ഒട്ടിക്കും. ഇത് വീണ്ടും ഒട്ടിക്കുന്നതിനെ കുറിച്ചുള്ള ആ ഒരു കാര്യത്തിലേക്ക് വരികയാണ്. ഇവിടെ സ്വഭാവത്താൽ കാട്ടുമരമായതിൽ നിന്ന്, അതായത് ജാതികളിൽ നിന്ന് ദൈവം ആളുകളെ വിശ്വാസത്താൽ ദൈവിക പരിപാടിയോട് ചേർത്ത് നിർത്തി തൻ്റെ സഭയുടെ ഭാഗമാക്കിയെങ്കിൽ ദൈവം തിരഞ്ഞെടുത്തതായിട്ടുള്ള ഇസ്രായേൽ ജനത്തിൽ നിന്നും അവർ വിശ്വസിച്ചാൽ, അഥവാ അവർ അവിശ്വാസത്തിൽ നിലനിൽക്കാഞ്ഞാൽ, അവർ വിശ്വസിച്ചാൽ അവരെ എത്ര അധികമായി ഒട്ടിക്കും. അതിന് ദൈവം ശക്തനാണ്. ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഒരു രാജ്യം എന്നുള്ള നിലയിൽ ഇസ്രായേൽ ജനം കർത്താവിനെ തള്ളിക്കളഞ്ഞു. അത് അവർ വിശ്വസിക്കാത്തതുകൊണ്ട് ദൈവിക പരിപാടി അവിടെ തൽക്കാലം അവസാനിച്ചിരിക്കുകയാണ്. ഇസ്രായേലിനെ സംബന്ധിക്കുന്നതായിട്ടുള്ള ദൈവിക പരിപാടിയെ ഇനി അതിനൊരു ഭാവിയുണ്ട്. അത് തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് നാളെ അത് സംബന്ധിച്ച് പഠിക്കാവുന്നതാണ്. പ്രിയമുള്ളവരെ, വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യവും ദയയിൽ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യവും നമുക്ക്
നമ്മളിലുള്ള എല്ലാ പ്രശംസയും അവസാനിപ്പിക്കേണ്ടതായിട്ടുള്ള ആവശ്യവും നമുക്ക് ഈ വേദഭാഗങ്ങളിൽ നിന്നും വളരെ വ്യക്തമാണ്. എന്ന് മാത്രവുമല്ല, ഇന്ന് അനേക വിശ്വാസികളെ ഒരു യാതൊരു നിലവാരവുമില്ലാത്ത ജീവിതത്തിലേക്ക് തള്ളിവിടുന്നതായിട്ടുള്ള തെറ്റായിട്ടുള്ള ഒരു ഉപദേശത്തിന് വളരെ വ്യക്തമായിട്ടുള്ളൊരു മറുപടിയും ഈ വേദഭാഗത്തുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. ഇത് ഞാനിവിടെ ഈ വാക്യങ്ങളൊന്നും വ്യാഖ്യാനിച്ചിട്ടില്ല. അവിടെ എഴുതിയിരിക്കുന്നതായിട്ടുള്ള വാക്യങ്ങൾ അത് അങ്ങനെ തന്നെ നമ്മൾ എടുത്ത് സംസാരിച്ചിട്ടേ ഉള്ളൂ. ദൈവവചനത്തിലെ എല്ലാ വേദഭാഗങ്ങളും ഇതിനോട് ചേർന്ന് പോകുന്നത് തന്നെയാണ് എന്നുള്ളതും നാം മനസ്സിലാക്കണം. സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവവചനത്തിൻ്റെ നിർമ്മലമായ വചനത്തിൻ്റെ, അല്ലെങ്കിൽ മായമില്ലാത്ത പാലാകുന്ന ദൈവവചനത്തിൻ്റെ കേൾവിയും അത് ഗ്രഹിക്കുന്നതും നമ്മളുടെ വിശ്വാസ ജീവിതത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.